ഹലോ അമ്മൂസ് മുസിലെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ കൂടെ ഇന്ന് അമലേട്ടനും അഞ്ചും ഉണ്ട്. നമ്മളെ വീഡിയോയിൽ ആദ്യമായിട്ടായിരിക്കും അവർ വരുന്നത്. പക്ഷേ ഇതിനു മുമ്പിൽ 2 വീഡിയോസിൽ അവരുണ്ട്. പക്ഷേ ആ വീഡിയോസ് ഞാൻ ഇട്ടിട്ടില്ല. അപ്പം ഇനി വൈകാതെ ആ വീഡിയോ വരും. അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് കോഴിക്കോട് പറയഞ്ചേരി ടോഫോ എന്ന ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് വിത്ത് കള്ള് ഷാപ്പിലേക്കാണ് പോകുന്നത്. ഇറ്റ്സ് ബേബി അതാ താളം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ. നല്ല രസമുണ്ടായിരുന്നു. ഉള്ളിലേക്ക് ഞങ്ങൾ പക്ഷേ കയറി, പക്ഷേ ഉള്ളിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് അല്ലായിരുന്നു. അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പുറത്ത് നല്ല രസമുണ്ട്. പിന്നെ കണിക്കൊന്നൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വിഷുവിൻ്റെ ആയിരിക്കും. അവർ പിന്നെ ഊരിയിട്ടുണ്ടാവില്ല. പിന്നെ ഇതാ അതിൽ കണ്ടോ കുറേ പിക്ചേഴ്സൊക്കെ കണ്ടു. മോഹൻലാലോ മമ്മൂക്കയല്ല മാമുക്കോയ എല്ലാവരും ഉണ്ടായിരുന്നു. കുറേ ടേബിൾസൊക്കെ ഒഴിവാണ്. ആ ഒരു ടൈമിൽ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. കുറച്ചും കൂടി കഴിഞ്ഞാലായിരിക്കും തിരക്കുണ്ടാവുക എന്ന് തോന്നുന്നു. ഞങ്ങളെന്തായാലും ആദ്യമായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റിൽ കയറുന്നത്. അവിടെ അടി നടക്കുന്നുണ്ട്. ഞാനവിടെ ആ ഫോണും നോക്കിയിരിക്കുമായിരുന്നു. ഓരോ ഷോർട്സും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ എടുത്തത് അമലായിരുന്നു. അമലിന് സ്പെഷ്യൽ താങ്ക്സ്. അമ്മ ആദ്യമായിട്ട് കളിച്ചാപ്പിൽ വന്നതിൻ്റെ ഒരു ചമ്മലൊക്കെ അമ്മയ്ക്കുണ്ട്. മക്കളെ കുടിപ്പിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ഞങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്തായാലും കള്ളക്കഥ വന്ന് കള്ളൊക്കെ ഒഴിച്ചു. പിന്നെ അതാ നമ്മളെ ബീഫ് എത്തിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സോഫ്റ്റായിരുന്നു, നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എന്താ പറയുക, ഫുഡ് ഒരിക്കലും മോശമാണെന്ന് ഇത് പറയാൻ പറ്റില്ല, അത്രയും ടേസ്റ്റായിരുന്നു. പിന്നെ നമുക്ക് വന്നത് പോർക്കാണെന്ന് തോന്നുന്നു. പോർക്കും അതേപോലെ സോഫ്റ്റായിരുന്നു. നല്ല നമ്മൾ വിചാരിച്ചു കഴിക്കാൻ എന്താ പറയുക ഹാർഡായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കണ്ടോ ഞങ്ങളെല്ലാവരും കഴിച്ചു തുടങ്ങി. പൊറോട്ട താറാവായിരുന്നു, ആ ഒരു ഗ്രീൻ കളർ ഉണ്ടായിരുന്നത്. പിന്നെ പാൽക്കപ്പയുണ്ട്. ഇച്ച് ബേബിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് പാൽക്കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കിയൊക്കെ ട്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും ഇച്ച് ബേബി അതാ പാൽക്കപ്പ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഇച്ച് ബേബിക്ക് വാരിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതാ ഷോർട്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഇച്ച് ബേബി കുറച്ചൊക്കെ കഴിച്ചിട്ടോ. പൊറോട്ട അവൻ കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചില്ല. പാൽക്കപ്പ അവൻ അത്യാവശ്യം ഇഷ്ടപ്പെട്ടുകൊണ്ട് കഴിച്ചു കുറച്ച്. പിന്നെ ഇതാ അവൻ എൻ്റെ പ്ലേറ്റ് തട്ടി കളിക്കുന്നുണ്ട്. അവൻ കുറച്ച് കുറുമ്പൊക്കെ കളിക്കുന്നുണ്ട്. എന്തായാലും അവന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അമ്മ ആദ്യം അവന് കൊടുക്കുന്നത്. ഞങ്ങളതാ ഓരോ കോമഡി പറഞ്ഞ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഇതാ ഫസ്റ്റ് ഞാൻ കള്ള് കുടിക്കുന്നതാണ്. ഞാനല്ല ഫസ്റ്റ് കുടിച്ചത്, അവരൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിൻ്റെ ശേഷം, സുമ ടേസ്റ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഒരു പുളിപ്പുള്ള പോലെ എനിക്ക് തോന്നി. ഒരു മോരുമുളകൊക്കെ കുടിക്കുന്ന ഇതാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അങ്ങനെ ആയിരിക്കും ഫസ്റ്റായിട്ട് കുടിക്കുമ്പോൾ എനിക്ക് തോന്നിയതാണോ എന്നറിയാം. എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും പോവാത്തവർ പോയി നോക്കണം. നമ്മളെ പറയഞ്ചേരിയാണ് കോഴിക്കോട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുഡൊന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റാണ്. ഇതാണ് നമ്മളെ പാൽക്കപ്പ ചമ്മന്തി. മിക്സ് ചെയ്ത് കഴിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ചെറിയൊരു മധുരം എരിവൊക്കെ ഉണ്ട്. കണ്ടോ നമ്മളെ പാത്രം മുഴുവൻ കാലിയായിട്ടുണ്ട്, ഒന്നുപോലും വേസ്റ്റ് ചെയ്തിട്ടില്ല. അതാണ് പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാൻ കാരണം അതാണ്. പിന്നെ അത്യാവശ്യം ബില്ലൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല എന്ന് പറയും. എന്തായാലും ആ ഒരു പൈസയ്ക്ക് മുതലുണ്ട്, എന്നാലും നല്ല രുചിയുണ്ടല്ലോ. പിന്നെ അതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഓരോന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ഇച്ചു ബേബി അഞ്ജുവിൻ്റെ കയ്യിലാണ്. അമലേട്ടനാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് അമലേട്ടൻ അധികം കാണാത്തത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.